നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. ചില ആളുകൾ മൊബൈൽ തന്നെ ആ ആപ്ലിക്കേഷൻസുകൾ സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ഫോൾഡറുകൾ അതുപോലെ തന്നെ ഫയലുകളൊക്കെ നമ്മുടെ മൊബൈൽ സ്റ്റോറേജിൽ ഇങ്ങനെ സ്റ്റോറായി കിടക്കും. ഇത് മാനുവലായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരിക്കലും മൊബൈലിൽ നിന്നും സാധിക്കില്ല. എന്നാൽ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡും നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും. എങ്ങനെ ഇത് കണ്ടെത്തും, എങ്ങനെ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്കിത് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ആപ്ലിക്കേഷനാണ്. ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3 ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. സ്കാൻ എംപ്റ്റി ഫോൾഡേഴ്സ്, അതുപോലെ തന്നെ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ്, അതുപോലെ തന്നെ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ്, SD കാർഡ് എന്നൊക്കെ കാണാൻ സാധിക്കും. SD കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതും നിങ്ങൾക്ക് അതിലുള്ള എംപ്റ്റി ഫോൾഡറുകളും ഫയലുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ സ്കാൻ എംപ്റ്റി ഫോൾഡേഴ്സ് എന്ന ഭാഗം ഞാനിപ്പോൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കണം. ഇവിടെ ചെറിയൊരു പെർമിഷൻ നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്കാൻ എംപ്റ്റി ഫോൾഡേഴ്സ് എന്ന ഭാഗം ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കാനിങ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. 30 എംപ്റ്റി ഫോൾഡേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് പുതിയ മൊബൈൽ ആയതുകൊണ്ട് അത്രേ ഫോൾഡേഴ്സ് ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് എംപ്റ്റി ഫോൾഡേഴ്സുകൾ വന്നിട്ടുണ്ടാകും. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫിനിഷ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അത് ഡിലീറ്റ് ആകുന്ന ആ ഒരു പ്രോഗ്രസ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് വീണ്ടും സ്കാൻ എംപ്റ്റി ഫോൾഡേഴ്സ് എന്ന ഭാഗം ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 0 എംപ്റ്റി ഫോൾഡേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ 30 എംപ്റ്റി ഫോൾഡേഴ്സ് ഫയലുകളായിരുന്നു ഇവിടെ കാണിച്ചിരുന്നത്. അതിപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ കാണാനില്ല. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന എംപ്റ്റി ഫോൾഡറുകൾ ഫയലുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ അത് കാരണമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.